മാർത്തോമ കത്തനാർ സജി കൈതക്കുഴി കപ്പിയാരെ പറ്റിച്ച് ലക്ഷങ്ങൾ തട്ടി. മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ റവറൻ സജി തോമസ് കൈതക്കുഴി കത്തനാരെ നിങ്ങൾ അറിയില്ലേ? തെറിയച്ചൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിയും. കഴിഞ്ഞ ജൂൺ 10 ഒരു മാർത്തോമ പുരോഹിതന്റെ വചന ശുശ്രൂഷ തെറിയുടെ അകമ്പടിയോടെ എന്ന തലക്കെട്ടോടെ ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു. നാസിക് ഇടവകയിലെ ഒരു യുവാവിനെ അയച്ച തെറിയഭിഷേകമായിരുന്നു ഞങ്ങളന്ന് നൽകിയിരുന്നത്. നിങ്ങളുടെ മോനോട് ഇന്ന് ഞാൻ അയച്ചതാ കേക്ക് കലിപ്പിക്കല്ല കുത്തിയിരുന്നു പറഞ്ഞേ. നിങ്ങളുടെ പെണ്ണുമ്പിള്ള കൂടെ കേൾപ്പിക്ക്. കളഞ്ഞ കേസ് എന്തിനും നിങ്ങൾ പൊക്കിയെടുത്തോണ്ട് പോയി. നിങ്ങളുടെ മോനെ എവിടുത്തെ വിശുദ്ധനാണോ? ചുമ്മാ ചൊറിയാൻ വരല്ലേ. ആ ആന്റി വന്നിട്ട് ഇത്രയും കിടന്ന് തുള്ളിയിട്ട് ഞാൻ ഒന്നും മിണ്ടായിരുന്ന എന്താ അറിയോ? അവരെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഞാൻ ഒരുപാട് കാലം കഴിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം കൊണ്ടാ മോന്റെ വിശുദ്ധി കാണിക്കാൻ വരുന്നത്. എടുത്ത് ഞാനങ്ങ് പൂശി. ഞാൻ മര്യാദയ്ക്ക് മൂലയ്ക്ക് കുത്തിയിരിക്കും. എന്തിനാ കളിക്കാൻ വരുന്നത് നിങ്ങള്? ഞാൻ കളഞ്ഞ കേസും കൊണ്ട് നിങ്ങൾ വൈകുന്നേരം എന്തിനാണെങ്കിൽ എന്നെ ഓർപ്പിക്കുന്നത്? നിങ്ങൾ ഞാനും തമ്മിൽ തീർത്ത വിഷയമല്ലേ? ഞാനും നിങ്ങളുടെ ഫാമിലി മാത്രം ചർച്ച ചെയ്ത വിഷയമല്ലേ? നിങ്ങൾ പോസ്റ്റ് എടുത്ത് എന്തോ ഉണ്ടാക്കും. നിങ്ങൾ പോങ്കളെ എവിടുന്ന്? ബോംബെ ഉല്ലാസ് നഗർ, സൂറത്ത്, നാസിക് ഉൾപ്പെടെ എവിടെയൊക്കെ ഇയാൾ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം മഹാ തരികടയായിരുന്നു ഇയാൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇതാ കണ്ണൂർ ഇമ്മാനുവൽ മാർത്തോമ പള്ളിയുടെ വികാരിയായിരുന്നപ്പോൾ സജി കത്തനാർ അവിടുത്തെ കപ്പ്യാരെ പറ്റിച്ചും പണം തട്ടുകയും 11,20,000 രൂപയുടെ ബാധ്യത ഇയാൾക്കുണ്ടാക്കി എന്ന പരാതി ഉയർന്നിരിക്കുകയാണ്. കത്തനാർക്ക് എന്തോ ബിസിനസ് ആവശ്യത്തിനാണെന്ന് പറഞ്ഞാണ് ഈ പാവപ്പെട്ട കപ്പ്യാരുടെ കയ്യിൽ നിന്നും പണം പിടുങ്ങിയത്. ഓർക്കുക, പെണ്ണ് കെട്ടാതെ മെത്രാനാകാൻ നിൽക്കുന്ന മുതലാണ് ഇതെന്ന് ഓർക്കണം. ഇയാൾക്ക് എന്ത് ബിസിനസ്, എന്തിനിത്രയും പണമെന്ന് സഭ അന്വേഷിക്കേണ്ടതല്ലേ? അഭിവന്ദ്യ മാർത്തോമ മെത്രോപൊലിത്ത തിരുമേനി സമക്ഷം കണ്ണൂർ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ ശുശ്രൂഷകൻ പാപ്പച്ചൻ എം ബോധിപ്പിക്കുന്ന പരാതി. ഞാൻ കണ്ണൂർ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയിൽ ശുശ്രൂഷകനായി 1981 വർഷം മുതൽ ഇന്നേ ദിവസം വരെ സേവനമനുഷ്ഠിച്ചു പോരുന്നു. ഞാൻ 1975 ജോലിക്കായി കണ്ണൂരിലെ രാമാനന്ദ ഓയിൽ മില്ലിൽ വരികയും പ്രസ്തുത വർഷം മുതൽ കണ്ണൂർ ഇടവകയുടെ സജീവ അംഗമായി സേവനമനുഷ്ഠിച്ചു പോരുകയും ചെയ്യുന്നു. 1995 കണ്ണൂർ സർവകലാശാലയിൽ അറ്റൻഡറായി ജോലിയിൽ പ്രവേശിക്കുകയും 2007 സേവനത്തിൽ നിന്നും വിരമിക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ 69 വയസ്സായെങ്കിലും വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട ഈ കാലയളവിലും സാമ്പത്തിക പരാധീനതയുള്ളതിനാൽ ഇപ്പോഴും രാമാനന്ദ ഓയിൽ മില്ലിൽ ജോലിയിൽ തുടർന്നു പോരുന്നു. കണ്ണൂർ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയിൽ ശുശ്രൂഷയ്ക്കായി വരുന്ന എല്ലാ പട്ടക്കാരോടും സ്നേഹത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും പെരുമാറുകയും എന്നാൽ കഴിയുന്ന എല്ലാ സേവനങ്ങളും സഹായങ്ങളും ഇടവകയ്ക്കും പട്ടക്കാർക്കും നാളിതുവരെ നൽകി വരികയും ചെയ്യുന്നു. എന്നാൽ പട്ടക്കാരോട് ഞാൻ പുലർത്തിയിരുന്ന സ്നേഹവും അടുപ്പവും സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെട്ട ദുഃഖകരമായ സത്യത്തെ അഭിവന്ദ്യ തിരുമേനിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ബഹുമാന്യനായ ഷിബു കുര്യൻ അച്ഛൻ കണ്ണൂർ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിച്ച കാലയളവിലാണ് ഇടവകാംഗങ്ങളുടെ സഹായത്തോടെ 2008 10 സെന്റ് സ്ഥലവും അതിൽ താൽക്കാലികമായ ഒരു ചെറിയ വീടും സ്വന്തമായി എനിക്ക് ലഭിക്കുന്നത്. 2010 ഏപ്രിൽ മാസത്തിൽ ഷിബു കുര്യൻ അച്ഛൻ മറ്റൊരു ഇടവകയിലേക്ക് സ്ഥലം മാറി പോവുകയും ഇടവകയുടെ പുതിയ വികാരിയായി ബഹുമാനപ്പെട്ട സജി തോമസ് അച്ഛൻ 2010 സെപ്റ്റംബർ മാസം മുതൽ സ്ഥാനമേൽക്കുകയും ചെയ്തു. എല്ലാ അച്ഛന്മാരോടും ഞാൻ പുലർത്തിയിരുന്ന സ്നേഹവും അടുപ്പവും സജി തോമസ് അച്ഛനോടും ഞാൻ കാട്ടിയിരുന്നു. 2014 അച്ഛന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി 3 ലക്ഷം രൂപ ആവശ്യമായി വന്നതിനാൽ ആ പണം നൽകി സഹായിക്കുവാൻ സജി അച്ഛൻ എന്നോട് ആവശ്യപ്പെടുകയും അങ്ങനെ പണം നൽകി സഹായിച്ചാൽ എന്റെ വീട് പുതുക്കി പണിത് തരാമെന്നുള്ള വാക്കാലുള്ള ഉറപ്പിന്മേൽ ഞാനതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 2014 ജൂൺ മാസം 10-ാം തീയതി കണ്ണൂർ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എന്റെ വീട് നിൽക്കുന്ന വസ്തുവിന്റെ ഈടിന്മേൽ 3 ലക്ഷം രൂപ 16% പലിശ നിരക്കിൽ ഞാൻ വായ്പയായി എടുത്തു സജി അച്ഛന് നൽകുകയും ചെയ്തു. എന്നാൽ 2014 നവംബർ മാസത്തിൽ അച്ഛന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി 2 ലക്ഷം രൂപ കൂടി അധികമായി ആവശ്യം വന്നതിനാൽ ആ പണം കൂടെ വായ്പയായി എടുത്തു നൽകുവാൻ സജി തോമസ് അച്ഛൻ എന്നെ നിർബന്ധിച്ചു. ബിസിനസ്സിൽ നിന്നും ലാഭം കിട്ടുമ്പോൾ എന്റെ വീട് പുതുക്കി പണിത് തരാമെന്നുള്ള പ്രലോഭനത്തിൽ ഞാൻ വകംവദനാവുകയും അച്ഛൻ അധികമായി ആവശ്യപ്പെട്ട 2 ലക്ഷം രൂപ നൽകുവാൻ ഞാൻ നിർബന്ധിതനാവുകയും ചെയ്തു. അങ്ങനെ 2014 ഡിസംബർ മാസത്തിൽ സജി തോമസ് അച്ഛന്റെ കയ്യിൽ നിന്നും ലഭിച്ച 2 ലക്ഷത്തോളം രൂപയും എന്റെ പേരിൽ ബാങ്കിൽ ഉണ്ടായിരുന്ന 1 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവും ചേർത്ത് 2014 നവംബർ 3-ാം തീയതി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയായി എടുത്ത 3 ലക്ഷം രൂപ പലിശയുൾപ്പെടെ അടച്ചു തീർത്തു.
സജി അച്ഛൻ ആവശ്യപ്പെട്ട 5 ലക്ഷം രൂപ കണ്ണൂർ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വീണ്ടും 2014 ഡിസംബർ 9-ാം തീയതി ഞാൻ താമസിച്ചു പോരുന്ന വീടിന്റെ 10 സെന്റ് വസ്തുവിന്റെ ഈടിന്മേൽ 15% പലിശ നിരക്കിൽ വായ്പയായി ഞാൻ സജി തോമസ് അച്ഛന് നൽകി. എന്നാൽ പലിശ ഇനത്തിലോ മുതലിനത്തിലോ 1 രൂപ പോലും സജി തോമസ് അച്ഛൻ നാളിതുവരെ അടയ്ക്കുവാൻ സാധിച്ചിട്ടില്ല. 2014 ഏപ്രിൽ മാസം അച്ഛൻ കണ്ണൂർ ഇടവകയിൽ നിന്നും മുംബൈയിലെ ഉല്ലാസ് നഗർ ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോവുകയും ചെയ്തു. പുതിയ ഇടവകയിൽ വികാരിയായി ചാർജ് എടുത്തു കഴിഞ്ഞാലുടൻ ലോൺ അടച്ചു തീർക്കുമെന്നും എന്റെ വീടിന്റെ പുനർനിർമ്മാണം നടത്തിത്തരാമെന്നും ആവർത്തിച്ചു ഉറപ്പു നൽകി. എന്നാൽ പ്രസ്തുത ലോണിന്റെ കാര്യം മറ്റാരോടും പറയരുതെന്ന് താക്കീത് തന്നതിനാലും വിശുദ്ധ വേദപുസ്തകത്തെ തൊട്ട് സത്യം ചെയ്യിച്ചതിനാലും 2021 ഓഗസ്റ്റ് മാസം വരെ പ്രസ്തുത ലോണിന്റെ വിഷയം ഞാൻ ആരോടും പറയുവാൻ മുതിരുകയോ എന്റെ കുടുംബാംഗങ്ങളുടെയോ ഇടവക ചുമതലക്കാരുടെയോ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുകയോ ചെയ്തില്ല. സജി തോമസ് അച്ഛനെ ഞാൻ പലതവണ ഫോണിൽ ബന്ധപ്പെടുകയും പലിശ ഇനത്തിൽ എനിക്ക് മാസം തോറും ഉണ്ടാവുന്ന സാമ്പത്തിക ബാധ്യതയെങ്കിലും അടയ്ക്കുവാൻ നിർബന്ധിക്കുകയും അങ്ങനെ പലപ്പോഴായി 1 ലക്ഷം രൂപ വീതമുള്ള 3 പോസ്റ്റ് ഡാറ്റ ചെക്കുകൾ അയച്ചു തരുകയും ചെയ്തു. എന്നാൽ പ്രസ്തുത ചെക്കുകൾ ബാങ്കിൽ കൊടുക്കുവാനുള്ള കാലാവധി അടുക്കുമ്പോൾ അക്കൗണ്ടിൽ മതിയായ ഫണ്ട് ഇല്ലാത്തതിനാൽ ചെക്കുകൾ ബാങ്കിൽ കൊടുക്കരുതെന്ന് സജി തോമസ് അച്ഛൻ നിർദ്ദേശിക്കുകയും ചെയ്തു. കൃത്യമായ പലിശ അടവ് മുടങ്ങിയതിനാൽ സഹകരണ ബാങ്കിൽ നിന്നും വീടും സ്ഥലവും ജപ്തി ചെയ്യാനുള്ള മുന്നറിയിപ്പ് ലഭിച്ചതിനാൽ പ്രസ്തുത ലോണിന്മേലുണ്ടായ 7 ലക്ഷം രൂപ ബാധ്യത ഒരു സ്വകാര്യ പലിശക്കാരനിൽ നിന്നും 2016 സെപ്റ്റംബർ 9-ാം തീയതി 12% പലിശ നിരക്കിൽ കടമെടുക്കുകയും അന്നേ ദിവസം തന്നെ കണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിലെ ലോൺ അടച്ചു തീർക്കുകയും ചെയ്തു. 2016 സെപ്റ്റംബർ മാസം മുതൽ 2021 ഓഗസ്റ്റ് മാസം വരെയുള്ള 60 മാസ കാലയളവിൽ 4,20,000 രൂപ ഞാൻ പലിശ ഇനത്തിൽ മാത്രം അടയ്ക്കേണ്ടി വന്നു. എന്നാൽ പലിശ ഇനത്തിൽ മാസം തോറും ഞാൻ അടച്ചുവരുന്ന 7,000 രൂപയിൽ 1 രൂപ പോലും അടയ്ക്കുവാൻ സജി തോമസ് അച്ഛന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. പലപ്പോഴായി ഫോണിൽ സജി അച്ഛനുമായി ബന്ധപ്പെട്ടപ്പോഴെല്ലാം ഒരു പട്ടക്കാരന് യോജിക്കാത്ത വിധം സഭ്യമല്ലാത്ത വാക്കുകളാൽ എന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചതിനാൽ അച്ഛന്റെ തുടർന്നുള്ള ഫോൺ കോളുകൾ എടുക്കുവാൻ എനിക്ക് താല്പര്യമില്ലാതായി. ആയതിനാൽ തുടർന്നുള്ള ആശയവിനിമയത്തിനായി ഇടവകയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ വിൽസൺ CIA സജി തോമസ് അച്ഛന്റെ ഫോണിൽ ബന്ധപ്പെടുകയും 2021 ഓഗസ്റ്റ് 30-ാം തീയതിക്കുള്ളിൽ എന്റെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും അടച്ചു തീർത്തുകൊള്ളാമെന്നുള്ള ശ്രീ വിൽസൺ CIയുടെ മധ്യസ്ഥതയിലുള്ള ഉറപ്പിന്മേൽ ഞാൻ പ്രസ്തുത ദിവസം വരെ കാത്തിരിക്കുവാൻ നിർബന്ധിതനായി. എന്നാൽ പ്രസ്തുത അവധി കഴിഞ്ഞിട്ടും സജി തോമസ് അച്ഛൻ എന്നെ ഫോണിൽ ബന്ധപ്പെടുകയോ എന്റെ കടബാധ്യത തീർക്കുവാൻ താല്പര്യം കാണിക്കുകയോ ചെയ്യാത്തതിനാൽ പ്രസ്തുത വിഷയം ഞാൻ ഇടവക വികാരി നോബിൾ മാത്യു അച്ഛനെയും ഇടവക ട്രസ്റ്റി ശ്രീ ജോർജ് വർഗീസിനെയും ഇടവകാംഗം ശ്രീ രാജേഷ് കുര്യാക്കോസിനെയും അറിയിക്കുവാൻ നിർബന്ധിതനായി. 2 ലക്ഷം രൂപയുടെ 2021 സെപ്റ്റംബർ മാസം 20-ാം തീയതി ബാങ്കിൽ കൊടുക്കുവാൻ ഉതകുന്ന ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് 2021 സെപ്റ്റംബർ 3-ാം തീയതി രജിസ്ട്രേഡ് പോസ്റ്റായി സജി തോമസ് അച്ഛൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്നാൽ കാലാവധി അടുക്കുമ്പോൾ നാളിതുവരെ ചെയ്തതുപോലെ മതിയായ ഫണ്ടിന്റെ അഭാവത്തിൽ ചെക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തുക ലഭിക്കുമോ എന്നുള്ള സംശയം എനിക്കുള്ളതിനാലും സജി തോമസ് അച്ഛനെ സഭയിലെ ശുശ്രൂഷകയിൽ നിന്നും താൽക്കാലികമായി വേർപെടുത്തിയുള്ളതിനാലും പ്രസ്തുത വിഷയം അഭിവന്ദ്യ മെത്രോപൊലിത്ത തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ താൽപര്യപ്പെടുന്നു. ഇടവകയിൽ നിന്നും ലഭിക്കുന്ന 2,000 രൂപയും പെൻഷൻ ഇനത്തിൽ ലഭിക്കുന്ന 6,000 രൂപയും രാമാനന്ദ ഓയിൽ മില്ലിൽ നിന്നും ലഭിക്കുന്ന 12,000 രൂപയും മാത്രമാണ് എന്റെ വരുമാന മാർഗം. ആയതിൽ നിന്നും മാസത്തോറും 7,000 രൂപ ഞാൻ പലിശ ഇനത്തിൽ മാത്രം സ്വകാര്യ പലിശക്കാരന് 2016 സെപ്റ്റംബർ മാസം മുതൽ ഇന്നേ ദിവസം വരെ നൽകി വരുന്നു. നിലവിലുള്ള 7 ലക്ഷം രൂപ മുതലിനത്തിലും 2016 സെപ്റ്റംബർ മുതൽ 2021 ഓഗസ്റ്റ് മാസം വരെ 60 മാസ കാലയളവിലായി പലിശ ഇനത്തിൽ അടച്ച 4,20,000 രൂപയുൾപ്പെടെ 11,20,000 രൂപ നാളിതുവരെ എനിക്ക് സാമ്പത്തിക ബാധ്യതയായിട്ടുണ്ട്. പ്രസ്തുത വിഷയത്തിന്മേൽ ഉചിതമായ തീരുമാനം കൈക്കൊണ്ട് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്നും എന്നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി തരണമെന്ന് അപേക്ഷയോടെ ഈ പരാതി അഭിവന്ദ്യ മെത്രോപൊലിത്ത തിരുമേനി സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു. വിശ്വസ്തയോടെ പാപ്പച്ചൻ M. രാമാനന്ദ ഓയിൽ മിൽ, സൗത്ത് ബസാർ, കണ്ണൂർ 670002. മൊബൈൽ 8547421481. ഇനി ഈ പരാതി ലഭിച്ചപ്പോൾ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷന്റെ മറുപടി കത്ത് കാണുക. ഡിയർ പാപ്പച്ചൻ, അയച്ച കത്ത് ലഭിച്ചു. നിങ്ങൾ തമ്മിലുള്ള പണമിടപാടുകൾ നിങ്ങളുടെ സ്വകാര്യമായ ഇടപാടുകളാണ്. ആയതിനാൽ ഞാൻ ഇക്കാര്യത്തിൽ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല.
ശിക്ഷണ നടപടികൾക്ക് പ്രസ്തുത അച്ഛൻ ഇപ്പോൾ വിധേയനാണ് എന്ന വിചിത്രമായ മറുപടിയാണ് സഭാധ്യക്ഷൻ നൽകിയത്. പീലാത്തോസ് പോലും ഇത്രയും മനോഹരമായ രീതിയിൽ കൈ കഴുകിയിട്ടുണ്ടാവില്ല. സഭയുടെ ലേബലിൽ വികാരി എന്ന പദവി കൊടുത്ത് സഭ വിട്ട ഒരു ആഭാസൻ കത്തനാർ ആ ഇടവകയിലെ ഒരു വിശ്വാസിയെ, വെറും വിശ്വാസിയെയല്ല, ആ ഇടവകയിലെ ഒരു പാവപ്പെട്ട കപ്പ്യേരെയാണ് കബളിപ്പിച്ചത്. വഴിയെ പോയവൻ ചോദിച്ചപ്പോഴല്ല ഇദ്ദേഹം പണം കൊടുത്തത്. എങ്ങനെയാണ് ആ പണം നൽകിയത്? ദാനമായി കിട്ടിയ സ്വന്തം കിടപ്പാടം പണയം വെച്ച്. സഭയുടെ പേരിൽ കുപ്പായമിട്ട് നടക്കുന്ന ഈ നാറികൾ നല്ലവരായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചതാണ് കപ്പ്യാർ പാപ്പച്ചൻ ചെയ്ത ഏക തെറ്റ്. നിങ്ങൾ തമ്മിലുള്ള പണമിടപാടുകൾ നിങ്ങളുടെ സ്വകാര്യമായ ഇടപാടുകളാണ്. ആയതിനാൽ ഞാൻ ഇക്കാര്യത്തിൽ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല പോലും. ഒരു മെത്രാപ്പൊലീത്തയുടെ മറുപടിയാണ്. ഞാൻ എന്തെങ്കിലും നടപടിയെടുത്താൽ അച്ഛൻ ചിലപ്പോൾ ചത്തുകളയും എന്നാണ് മെത്രാപ്പൊലീത്ത ഇക്കാര്യം ചോദിച്ചയാളോട് പറഞ്ഞത്. ജപ്തിയായി കിടപ്പാടം പോകുന്ന ഒരു വിശ്വാസി ആത്മഹത്യ ചെയ്താൽ മെത്രാപ്പൊലീത്തയ്ക്ക് കുഴപ്പമില്ല. ഈ കത്തനാർ ഒരു വീട്ടിൽ കയറി ഒരു വിശ്വാസിനിയെ പീഡിപ്പിച്ചാൽ അത് നിങ്ങൾ തമ്മിൽ നടത്തിയ സ്വകാര്യ ഇടപാടാണ്, ഞാനതിൽ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം കൈകഴുകുമോ? അല്പം വീക്ക്നെസ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പഴയ മെത്രാപ്പൊലീത്ത ഇതിലും എത്രയോ ഭേദമായിരുന്നു എന്നാണ് ഇപ്പോൾ മാർത്തോമാ സഭാ വിശ്വാസികൾ പറയുന്നത്. എന്ത് സംഭവിച്ചാലും റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ ഗുണവും മണവുമില്ലാത്ത ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കി അവസാനം ഒന്നും സംഭവിക്കാതിരിക്കുന്ന സ്ഥിരം കലാപരിപാടിയാണ് മെത്രാപ്പൊലീത്ത നടത്താറ്. ഇക്കാര്യത്തിലും സംഭവിക്കുവാൻ പോകുന്നത് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണെന്ന് ഉറപ്പാണ്. i2i News, an eye for truth.